നമസ്കാരം CTV പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നവോത്ഥാന മൂല്യങ്ങൾ ഹനിക്കപ്പെടുന്ന കാലത്ത് മൂല്യങ്ങൾ സംരക്ഷിക്കാൻ സാമൂഹ്യമായ ഇടപെടൽ അനിവാര്യമാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ജനങ്ങൾക്ക് ഉത്സവ നാളുകൾ സമ്മാനിച്ച് മലയോര ഫെസ്റ്റ്. അതിർത്തി കടന്നെത്തുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് കർണാടക ചെക്ക് പോസ്റ്റിൽ തലയെണ്ണി നികുതി ഈടാക്കുന്ന സമ്പ്രദായം നിർത്തലാക്കുമെന്ന് കർണാടക മന്ത്രി സമീർ അഹമ്മദ് ഖാൻ. മുഖമുസ്ലിം യത്തീംഖാനയുടെ പ്രവർത്തനം മാതൃകാപരമെന്നും സമീർ അഹമ്മദ് ഖാൻ. കൂടരഞ്ഞി കക്കാടംപൊയിലെ ആദിവാസി സ്ത്രീയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. പ്രതി പോലീസ് പിടിയിലായത് കൂമ്പാറ ബസാർ ചക്കാലപ്പറമ്പിൽ ഷെരീഫ്. വിശദമായ വാർത്തകളിലേക്ക്. നവോത്ഥാന മൂല്യങ്ങൾ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി സാമൂഹികമായ ഇടപെടലുകൾ ഉണ്ടാവേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അഗസ്ത്യമൊഴിയിൽ മലയോര ഫെസ്റ്റിലെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരികമായി ഏറെ മുന്നിൽ നിൽക്കുകയും നിരവധി നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കും നവോത്ഥാന നായകർക്കും ജന്മം കൊടുക്കുകയും ചെയ്ത നമ്മുടെ നാട്ടിൽ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ സാമൂഹികമായ ഇടപെടൽ വേണമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. മുക്കം അഗസ്ത്യൻമൊഴി ജില്ലാ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെയും തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ ജില്ലാ കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മലയോര മഹോത്സവത്തിൻ്റെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാംസ്കാരികത ഒരു നാടിൻ്റെ ചൈതന്യത്തിൻ്റെയും പുരോഗതിയുടെയും ഏറ്റവും ഹൃദയസ്പന്ദമാണ്. സംസ്കാരമില്ലാത്ത ഒരു തലമുറക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ സാംസ്കാരികത വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നവരെ നേരെ മറിച്ച് നമ്മുടെ മനസ്സിൽ നിക്ഷിപ്തമാകുന്ന വികാരങ്ങളുടെയും ദർശനങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും ഭാഗം കൂടിയാണ്. അതാണ് മനുഷ്യനെ മനസ്സിലാക്കുന്നത്. ചടങ്ങിൽ കാരാട്ട് റസാഖ് MLA അധ്യക്ഷനായിരുന്നു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT അഗസ്റ്റിൻ, ഫിലിപ്പ് പമ്പാറ, PJ അഗസ്റ്റിൻ, പ്രജിത പ്രദീപ്, AP മുസ്തഫ, സുന്ദരൻ A പ്രണവം, KT സെബാസ്റ്റ്യൻ, KT നളേശൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം. മലയോരത്തെ കാർഷിക വ്യാപാര മേഖലയ്ക്ക് ഉണർവ് നൽകിക്കൊണ്ടും മലയോര നിവാസികൾക്ക് ഉത്സവത്തിന്റെ ദിനരാത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ടും നടക്കുന്ന മലയോര മഹോത്സവം ജനങ്ങളെ ആകർഷിച്ച് മുന്നേറുന്നു. സർക്കാർ വകുപ്പുകളുടേതുൾപ്പെടെ 100ഓളം സ്റ്റാളുകളും വിവിധ അമ്യൂസ്മെന്റ് റൈഡുകളും വിവിധ കലാപരിപാടികളുമാണ് മഹോത്സവ നഗരിയിൽ ജനങ്ങൾക്കായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രളയത്തെ തുടർന്ന് പാടെ തകർന്നു പോയ മലയോരത്തെ കാർഷിക വ്യാപാര മേഖലയ്ക്ക് ഉണർവേകുക എന്ന ലക്ഷ്യത്തോടെ മുക്കം അഗസ്ത്യമൊഴി ജില്ലാ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന 16 ദിവസത്തെ മലയോര മഹോത്സവമാണ് പുരോഗമിക്കുന്നത്. കാർഷിക വിപണന മേളയോടൊപ്പം സാംസ്കാരിക പരിപാടികൾ, അമ്യൂസ്മെൻറ്റ് പാർക്ക്, ബോട്ടിംഗ്, ഫോട്ടോഗ്രാഫി എക്സിബിഷൻ, ഫ്ലവർ ഷോ, പെറ്റ് ഷോ, സയൻസ് ആൻഡ് ടെക്നോളജി എക്സിബിഷൻ, ഫുഡ് ഫെസ്റ്റ്, കുടുംബശ്രീ കലാമേള, വനം വകുപ്പ്, പോലീസ്, KSEB തുടങ്ങിയ വിവിധ സർക്കാർ വകുപ്പുകളുടെ സ്റ്റാളുകൾ എന്നിവയുൾപ്പെടെ 100ഓളം സ്റ്റാളുകളാണ് മേളയിലുള്ളത്. കൂടാതെ വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ചരിത്രാന്വേഷികൾക്കും ഏറെ പ്രയോജനപ്പെടുന്ന നിയമസഭാ മ്യൂസിയവും മലയോര ഫെസ്റ്റിനോടനുബന്ധിച്ചുണ്ട്. ഈ മലയോര മേഖലയിലെ ജനങ്ങൾ ഒന്നായി ഉത്സവ നഗരിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആബാലവൃദ്ധം ജനങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുടുംബശ്രീ സ്റ്റാള്, കുടുംബശ്രീ ഫുഡ് കോർട്ട് തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. എല്ലാ പ്രായത്തിലുള്ളവർക്കും ആസ്വദിക്കാൻ പറ്റിയ വിഭവങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് ഓരോ ദിവസവും മേള സന്ദർശിക്കാനായി എത്തിച്ചേരുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 10 മണി വരെയാണ് പ്രവേശനം.
മുതിർന്നവർക്ക് 40 രൂപയും സ്കൂൾ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും 20 രൂപയുമാണ് പ്രവേശന ഫീസ്. മേള നല്ല അടിപൊളിയായിട്ടുണ്ട്. പഠിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, പിന്നെ കുറേ റൈഡ്സ് ഉണ്ട്. കലാപരിപാടികളും ഫുഡ് കോർട്ടും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തും കൊടുവള്ളി കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തുകളും 17 ഗ്രാമപഞ്ചായത്തുകളും മുക്കം കൊടുവള്ളി നഗരസഭകളും സഹകരിച്ചാണ് മേള സംഘടിപ്പിക്കുന്നത്. നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രളയത്തോടെ തകർന്നുപോയ മലയോര മേഖലയുടെ വാണിജ്യ വ്യാപാര കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്നതുപോലെ തന്നെ സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള ജനങ്ങളുടെയും മാനസികോല്ലാസവും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഫെസ്റ്റിനോടനുബന്ധിച്ച് ഓരോ ദിവസവും വൈവിധ്യമാർന്ന കലാപരിപാടികളും ഇതിനായി സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ മനസ്സിനെ സംപ്രീതമാക്കുവാനും കലാ സാംസ്കാരിക സംരംഭങ്ങൾ കൊണ്ട് ആവശ്യം അറിഞ്ഞിരിക്കേണ്ട പ്രദർശനങ്ങൾ സാമൂഹ്യ സാമ്പത്തിക രാജ്യ ജീവിതത്തിൻ്റെ ഒരുപാട് അറിവുകൾ പ്രകാശിതമാക്കുന്ന പ്രദർശനങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതൊരു മേളയായി ദീർഘദിവസങ്ങളിൽ നടത്തും. തുടർന്ന് കലാമണ്ഡലം തീർത്ഥാരാജിൻ്റെ മോഹിനിയാട്ടം, തിരുവമ്പാടി ഇൻഫന്റ് ജീസസ്, തോട്ടുമുക്കം സാന്തോം സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, മുക്കം. പഠനയാത്രയ്ക്കും മറ്റുമായി കേരളത്തിൽ നിന്ന് അതിർത്തി കടന്ന് കർണാടകയിലെത്തുന്ന വിദ്യാർത്ഥികളുടെ വാഹനങ്ങൾക്ക് അതിർത്തിയിലെ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് ചെക്ക് പോസ്റ്റിൽ കുട്ടികളുടെ തലയെണ്ണി നികുതി ഈടാക്കുന്നത് നിർത്തലാക്കാൻ ശ്രമം നടത്തുമെന്ന് കർണാടക ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മന്ത്രി ബി സമീർ അഹമ്മദ് ഖാൻ മുക്കം മുസ്ലിം ഓർഫനേജ് സന്ദർശനത്തിനിടെ CTV പ്രാദേശിക വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. മുക്കം മുസ്ലിം യത്തീംഖാനയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും യത്തീംഖാനയിലെ അന്തേവാസികളെ നേരിൽ കാണുന്നതിനുമായാണ് കർണാടക ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മന്ത്രി ബി സമീർ അഹമ്മദ് ഖാൻ മുക്കത്തെത്തിയത്. മുക്കം മുസ്ലിം യത്തീംഖാനയുടെ പ്രവർത്തനം മാതൃകാപരവും അതുല്യവുമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതോടൊപ്പം ഓർഫനേജിലെയും മറ്റും വിദ്യാർത്ഥികൾ പഠനയാത്രയുടെയും മറ്റും ഭാഗമായി കർണാടകയിലേക്ക് എത്തുമ്പോൾ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കർണാടക ട്രാൻസ്പോർട്ട് വകുപ്പ് വാഹനത്തിലെ ആളുകളുടെ തലയെണ്ണി നികുതി വസൂലാക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിനായി കർണാടക മുഖ്യമന്ത്രിയുമായും ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയുമായും ചർച്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. MAMO കോളേജിൽ നടന്ന ഹ്രസ്വമായ സന്ദർശന ചടങ്ങിനിടെ CTV പ്രാദേശിക വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. You have told me that I'll go and I'll speak to our Chief Minister and I'll spoke to our Transport Minister also to not take the tax because they are the tourists, they are the students. They need to take the tax for the students. If other particularly handicapped students, no necessary to take the tax. I will have a meeting with our Chief Minister H.D. Kumaraswamy also. Our Transport Minister also is also a good person. I will also talk to him. I'll make a government under. I'll try to send to the Kerala government to not take the tax to the handicap for who are coming to students to Karnataka. കർണാടക KPCC അംഗം TM ഷാഹിദ് തെക്കിൽ അനുമോദന പ്രസംഗം നടത്തി. യോഗാധ്യക്ഷൻ യത്തീംഖാന ജനറൽ സെക്രട്ടറി VE മോയി ഹാജി അതിഥികൾക്ക് ഉപഹാര സമർപ്പണം നടത്തി. യത്തീംഖാന പ്രസിഡന്റ് V ഉമ്മർകോയ ഹാജി, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അബൂബക്കർ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ബാസ്, യത്തീംഖാന സെക്രട്ടറി C മൂസ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് V കുഞ്ഞാലി ഹാജി, KT ബീരാൻ ഹാജി, V ഹസൻ, മുഹമ്മദ് കോയ ഹുദവി, റെഡ് ക്രസന്റ് മാനേജർ V മരക്കാർ മാസ്റ്റർ, യത്തീംഖാന സെക്രട്ടറി V അബ്ദുൽ കോയ ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം. കൂടരഞ്ഞി കക്കാടംപൊയിൽ താഴേക്കക്കാട് ആദിവാസി കോളനിയിലെ കരിക്കുന്തടി രാജന്റെ ഭാര്യ രാധിക ഷോക്കേറ്റ് മരണപ്പെട്ടത് ആസൂത്രിതമായ കൊലപാതകമാണെന്ന് തെളിഞ്ഞു. പ്രതി കൂമ്പാറ ബസാർ ചക്കാലപ്പറമ്പിൽ ഷെരീഫിനെ പോലീസ് പിടികൂടി. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് രാധികയെ കക്കാടംപൊയിലെ അകമ്പുഴയിലെ കൃഷിസ്ഥലത്തെ ഷെഡിന് മുന്നിൽ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂടരഞ്ഞി കക്കാടംപൊയിൽ താഴേക്കക്കാട് ആദിവാസി കോളനിയിലെ കരിങ്ങാത്തൊടി രാജന്റെ ഭാര്യ രാധിക ഷോക്കേറ്റ് മരിച്ചതാണ്
ആസൂത്രിതമായ കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. പ്രതി കൂമ്പാറ ബസാർ സ്വദേശി ചക്കാലപ്പറമ്പിൽ ഷെരീഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് രാധികയെ കക്കാടംപൊയിൽ അകമ്പുഴയിലുള്ള കൃഷിസ്ഥലത്തെ ഷെഡിന് മുൻപിൽ ഷോക്കേറ്റ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് രാധികയോടൊപ്പം കൃഷിസ്ഥലത്ത് ജോലി ചെയ്തിരുന്ന ഷെരീഫും സമീപത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ട്രെയിനിങ് നടത്തിയിരുന്ന കർമ്മ ഓമശ്ശേരിയുടെ പ്രവർത്തകരും ചേർന്നാണ് രാധികയെ തിരുവമ്പാടി ലിസ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതശരീരത്തിൽ കണ്ട ബലപ്രയോഗം നടന്നതിൻ്റെ പാടുകളാണ് മരണത്തിൽ സംശയത്തിനിടയാക്കിയത്. കോഴിക്കോട് റൂറൽ പോലീസ് മേധാവി ജി ജയദേവ് IPSന്റെ നിർദ്ദേശപ്രകാരം താമരശ്ശേരി DYSP P ബിജുരാജിൻ്റെ നേതൃത്വത്തിൽ തിരുവമ്പാടി SI സനൽരാജും താമരശ്ശേരി DYSPയുടെ ക്രൈം സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് നടത്തിയ പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് പ്രതി ഷെരീഫ് പോലീസിൻ്റെ പിടിയിലാവുന്നത്. കഴിഞ്ഞ 8 വർഷത്തോളമായി മരിച്ച രാധികയും പ്രതി ഷെരീഫും ഒരുമിച്ചാണ് അകമ്പുഴയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വാഴകൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയിൽ ഇരുവരും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കമാണ് രാധികയെ കൊലപ്പെടുത്താൻ കാരണമായതെന്ന് പ്രതി ഷെരീഫ് ചോദ്യം ചെയ്യലിനിടയിൽ പോലീസിനോട് സമ്മതിച്ചു. 8-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ് കക്കാടംപൊയിലെ ഒരു ആദിവാസി സ്ത്രീക്ക് ഷോക്കടിച്ചു എന്ന് പറഞ്ഞൊരു പരാതിയായിട്ട് ബന്ധപ്പെട്ട് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം കഴിയുന്നതോടുകൂടി സംശയം ഉണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിൽ 9 വർഷത്തോളമായി അവിടെ ഒരു ജോലി ചെയ്യുന്ന ഷെരീഫ് എന്ന് പറഞ്ഞ അവനും ഈ സ്ത്രീയും തമ്മിൽ സാമ്പത്തികമായിട്ട് ഒരു തർക്കമുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കത്തിൽ ഷെരീഫ് കൊലപ്പെടുത്തിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഷെരീഫും രാധികയുമായി ഇതിനെച്ചൊല്ലി വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു. കൊല നടന്ന ദിവസം ഇരുവരും നന്നായി മദ്യപിച്ചിരുന്നു. തുടർന്നുണ്ടായ വാക്കേറ്റമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. മദ്യലഹരിയിൽ പരസ്പരം കയ്യേറ്റം ചെയ്യുകയും തുടർന്ന് ഷെരീഫിൻ്റെ കഴുത്തിൽ രാധിക പിടിമുറുക്കിയതോടെ ഷെരീഫ് രാധികയെ മർദ്ദിക്കുകയും പുറത്തേക്ക് ഓടുകയും ചെയ്തു. കുറച്ച് സമയത്തിന് ശേഷം ഷെഡിൽ തിരിച്ചെത്തിയ ഷെരീഫ് മദ്യലഹരിയിൽ നിലത്ത് കിടക്കുന്ന രാധികയെ എടുത്തുകൊണ്ടുപോയി ഷെഡിനുള്ളിലെ മുറിയിൽ കിടത്തി വൈദ്യുത മീറ്ററിൽ നിന്നും വരുന്ന കണക്ഷനിൽ വയർ ഘടിപ്പിച്ച് രാധികയുടെ കയ്യിൽ ഷോക്കേൽപ്പിക്കുകയായിരുന്നു. ഷോക്കേറ്റ രാധികയുടെ മരണവെപ്രാളം കണ്ട് ഷെഡിന് പുറത്തേക്കോടിയ ഷെരീഫ് പുറത്തു നിർത്തിയിട്ടിരുന്ന ബൈക്കെടുത്ത് ആരും കാണാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ നാളുകളായി താൻ നടത്തി വന്നിരുന്ന വൈദ്യുതി മോഷണം നാട്ടുകാരും അധികൃതരും കാണാൻ ഇടയാകുമെന്ന് മനസ്സിലാക്കിയ പ്രതി റോഡ് സൈഡിലുള്ള മറ്റൊരു പറമ്പിൽ ബൈക്ക് കയറ്റി നിർത്തി ഷെഡിന് പുറകിലൂടെ വന്ന് തെളിവ് നശിപ്പിക്കുന്നതിനായി ഷെഡിനുള്ളിലുള്ള മുഴുവൻ ഇലക്ട്രിക് വയറുകളും കത്തിയെടുത്ത് മുറിക്കുകയും മീറ്റർ ബോർഡും മറ്റും അടിച്ചു തകർക്കുകയും ചെയ്തു. തുടർന്ന് രാധികയുടെ മൃതദേഹം സംഭവസ്ഥലത്ത് നിന്നും പുറത്തേക്ക് വലിച്ച് ഷെഡിന് മുൻവശം കൊണ്ടുപോയി വെച്ചു. കരഞ്ഞ് ബഹളം വെച്ച് ആളുകളെ അറിയിക്കുകയായിരുന്നു ഷെരീഫ്. ഷെരീഫിൻ്റെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ അയൽവാസികളും തൊട്ടടുത്ത് ക്യാമ്പ് നടത്തുകയായിരുന്ന കർമ്മ ഓമശ്ശേരിയുടെ പ്രവർത്തകരും ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറാകാതെ മാറി നിന്ന ഷെരീഫിനെ അന്ന് തന്നെ നാട്ടുകാർക്ക് സംശയം തോന്നിയിരുന്നു. നാട്ടുകാരുടെ നിർബന്ധം മൂലം വാഹനത്തിൽ കയറിയ ഷെരീഫ് ഭ്രാന്തമായ രീതിയിൽ അഭിനയിച്ചതും സമനില നഷ്ടപ്പെട്ട രീതിയിൽ സംസാരിച്ചതും അന്ന് തന്നെ പോലീസിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അന്നേ ദിവസം ഹോസ്പിറ്റലിൽ ചികിത്സ തേടി പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയതോടെ ഷെരീഫ് പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. തുടർന്ന് കണ്ണൂരിൽ നിന്ന് വന്ന സയൻറ്റിഫിക് ഓഫീസർ ശേഖരിച്ച തെളിവുകളും പോലീസിൻ്റെ പഴുതടച്ച ചോദ്യം ചെയ്യലുമാണ് കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നത്. ആദ്യമൊക്കെ താൻ ഷെഡിലേക്ക് എത്തിയപ്പോൾ രാധിക മരിച്ചു കിടക്കുന്നതാണ് കണ്ടതെന്ന് പറഞ്ഞ ഷെരീഫിൻ്റെ മൊഴിയിൽ വീണ്ടും ചോദിച്ചപ്പോൾ ഉണ്ടായ വൈരുദ്ധ്യമാണ് ഷെരീഫിനെ കൂടുതൽ സംശയിക്കുന്നതിന് കാരണമായത്. മാത്രമല്ല അന്നേ ദിവസം നന്നായി മദ്യപിച്ചിരുന്ന താൻ മദ്യം കഴിച്ചിട്ടില്ല എന്നും മദ്യപാനം നിർത്തിയിട്ട് 1.5 വർഷത്തോളമായി എന്നും പോലീസിനോട് നുണയും പറഞ്ഞിരുന്നു. ഷെരീഫ് പല തവണകളായി 1 ലക്ഷത്തോളം രൂപ രാധികയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. അത് തിരികെ ചോദിച്ച് പലപ്പോഴും രാധിക ഷെരീഫുമായി കലഹിച്ചിരുന്നു. മാത്രമല്ല ഇത്തവണ കൃഷി ഇറക്കുമ്പോൾ തനിക്ക് തരാനുള്ള തുക നിർബന്ധമായും തന്നു തീർക്കണമെന്ന് രാധിക ഷെരീഫിനോട് പറയുകയും ചെയ്തിരുന്നു. മോട്ടോർ സ്വിച്ച് ഓൺ ചെയ്യുന്നതിനിടയിൽ അബദ്ധത്തിൽ ഷോക്കേറ്റ് മരിച്ചു എന്ന് നാട്ടുകാരെല്ലാം കരുതിയിരുന്ന ഒരു മരണം പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്ത് തോന്നിയ സംശയത്തിൽ നിന്ന് പഴുതടച്ച രീതിയിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ദാരുണമായ കൊലപാതകം പുറം ലോകമറിയുന്നത്. കോഴിക്കോട് റൂറൽ SP G ജയദേവ് IPSന്റെ നിർദ്ദേശപ്രകാരം താമരശ്ശേരി DYSP P ബിജുരാജിൻ്റെ നേതൃത്വത്തിൽ തിരുവമ്പാടി SI സനൽരാജ്, DYSPയുടെ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ രാജീവ് ബാബു, സീനിയർ CPO ഷിബിൽ ജോസഫ്, CPO ഷെഫീഖ് നീലിയാനിക്കൽ, തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലെ SI സദാനന്ദൻ, ASI സൂരജ്, മനോജ്, CPOമാരായ പ്രജീഷ്, രാംജിത്ത്, സപ്നേഷ്, ജിനേഷ് കുര്യൻ, ഷിജു, ബോബി, വനിതാ CPO സ്വപ്ന എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.
കൂടരഞ്ഞി പഞ്ചായത്തിലെ വീട്ടിപ്പാറ പാലം തോണക്കര അന്തോണിപ്പടി റോഡ് പ്രവൃത്തി മുടങ്ങിയത് വിവാദമാവുന്നു. പഞ്ചായത്ത് ഏറ്റെടുത്ത റോഡിന്മേൽ സ്വകാര്യ വ്യക്തി അവകാശവാദം ഉന്നയിച്ചതാണ് പ്രവൃത്തി മുടങ്ങാൻ കാരണമെന്ന് പ്രദേശവാസികളും പഞ്ചായത്ത് അധികൃതരും പറയുന്നു. അതേസമയം റോഡ് തങ്ങൾ കരമടച്ചു വരുന്ന സ്വകാര്യ സ്വത്താണെന്നും പഞ്ചായത്തിന് തങ്ങൾ സമ്മതപത്രം നൽകിയിട്ടില്ലെന്നുമാണ് എതിർകക്ഷികളുടെ വാദം. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ വീട്ടിപ്പാറ പാലം തോണക്കര അന്തോണിപ്പടി റോഡ് ഗ്രാമപഞ്ചായത്ത് ടെൻഡർ നൽകി ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചതോടെ സ്വകാര്യ വ്യക്തി പ്രവൃത്തി തടസ്സപ്പെടുത്തി എന്നാണ് പരാതി ഉയരുന്നത്. കഴിഞ്ഞ 40 വർഷത്തിലധികമായി പ്രദേശത്തെ 15ഓളം കുടുംബങ്ങൾ പ്രത്യക്ഷത്തിലും അത്രയും തന്നെ കുടുംബങ്ങൾ പരോക്ഷമായും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡാണിത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 2.25 മീറ്റർ വീതിയുള്ള ഈ റോഡ് 2016 ഫെബ്രുവരി 24-ാം തീയതിയിലെയും 2017 മെയ് 4-ാം തീയതിയിലെയും ഭരണസമിതി തീരുമാനപ്രകാരമാണ് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലെ 32ഓളം റോഡുകൾ ഏറ്റെടുക്കുന്ന കൂട്ടത്തിൽ വിവിധ പത്രങ്ങളിൽ പരസ്യം നൽകി ഏറ്റെടുത്തത്. ഇതിനുശേഷം പഞ്ചായത്ത് ഈ റോഡ് ടാറിംഗ് പ്രവൃത്തി നടത്തി നവീകരിക്കുന്നതിന് ടെൻഡർ നൽകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് കരാറെടുത്ത വ്യക്തി കഴിഞ്ഞ 10-ാം തീയതി പ്രവൃത്തി ആരംഭിച്ചപ്പോഴാണ് പ്രദേശവാസിയായ സ്വകാര്യ വ്യക്തി തടസ്സവുമായി എത്തിയത്. റോഡ് തങ്ങളുടെ കുടുംബത്തിന് മാത്രം അവകാശപ്പെട്ടതാണെന്നും അതിൽ പഞ്ചായത്ത് നടത്തുന്ന പ്രവൃത്തി അംഗീകരിക്കാനാവില്ലെന്നും പറഞ്ഞായിരുന്നു പ്രവൃത്തി തടസ്സപ്പെടുത്തിയത്. എന്നാൽ തങ്ങൾ 40 വർഷത്തോളമായി ഉപയോഗിക്കുന്ന റോഡാണ് ഇതെന്നും പ്രായം ചെന്നവർ അടക്കം നിരവധി പേർ ഉപയോഗിക്കുന്ന ഈ റോഡ് ഗതാഗത യോഗ്യമാക്കി തരണമെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ റോഡ് പണിത് നന്നാക്കി കിട്ടണം. ഞങ്ങൾക്ക് അവിടുന്ന് ഒരു കയറി വരാനോ ഈ പ്രായമായ കാരണന്മാരെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകാനോ ഒന്നും കഴിയുന്നില്ല. ഞങ്ങൾ ആകെ കഷ്ടത്തിലാണ് ഇവിടെ. ഞങ്ങൾക്ക് ഈ റോഡൊന്ന് നന്നാക്കി കിട്ടുക. ഒരു രോഗം വന്നാൽ ആശുപത്രി കൊണ്ടുപോകാനുള്ള സൗകര്യം വേണം. വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് ഏറ്റെടുത്ത ഈ റോഡ് പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട ചുമതല പഞ്ചായത്തിൻ്റെതാണെന്നാണ് പ്രദേശവാസികളുടെ പക്ഷം. അതോടൊപ്പം പ്രവൃത്തി തടസ്സപ്പെടുത്തിയ സ്വകാര്യ വ്യക്തി സമീപത്ത് വീട് നിർമ്മിക്കുന്ന ഒരാളിൽ നിന്നും റോഡ് ഉപയോഗിക്കുന്നതിനായി 1 ലക്ഷത്തിലധികം തുക കൈപ്പറ്റിയതായും ഇവർ ആരോപിക്കുന്നു. ഈ പ്രദേശത്തുകാർക്ക് ഒരു 10-40 വർഷം സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന വഴിയാണിത്. ഇത് ഈ അടുത്ത കാലത്ത് 1.5 വർഷത്തോളമായി പഞ്ചായത്ത് ഇത് ഏറ്റെടുത്തു. അതിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായി ടെൻഡർ ചെയ്തു പണി തുടങ്ങിയ ഒരു അവസരം ഇത് 10-ാം തീയതി. അപ്പോൾ ഇയാൾ ഒന്ന് ബലമായിട്ട് തടയുകയും അസഭ്യം പറയുകയും അങ്ങനെ ഒരു സിറ്റുവേഷൻ അതിൻ്റെ ഫലമായിട്ട് ഇപ്പം റോഡ് ബ്ലോക്കായി കിടക്കുകയാണ്. നമുക്ക് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. പഞ്ചായത്ത് റോഡ് ഏറ്റെടുക്കുമ്പോൾ എതിർപ്പുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് കാണിച്ച് പത്രപരസ്യം കൊടുത്തിട്ടും ആരും എതിർപ്പുമായി വരാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് 2018-2019 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് ഏറ്റെടുത്തതെന്നും റോഡ് പ്രവൃത്തി തടസ്സപ്പെടുത്തിയ വ്യക്തിക്കെതിരെ തിരുവമ്പാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് അധികൃതരും പറഞ്ഞു. അതേസമയം പ്രസ്തുത റോഡ് തങ്ങളുടെ സ്വകാര്യ സ്വത്താണെന്നും സമീപത്തുള്ള സ്ഥലങ്ങൾ തങ്ങൾ വിൽക്കുന്ന സമയത്ത് തന്നെ പ്രദേശവാസികൾ റോഡ് ഉപയോഗിക്കുന്നതിന് തടസ്സമില്ലെന്ന് അറിയിച്ചിരുന്നെന്നും എന്നാൽ തങ്ങളുടെ സമ്മതപത്രം വാങ്ങാതെ റോഡ് പഞ്ചായത്ത് ഏറ്റെടുത്ത നടപടി ശരിയല്ലെന്നും 1975 മുതൽ നടപ്പ് സാമ്പത്തിക വർഷം വരെ തങ്ങൾ ഈ റോഡ് ഉൾപ്പെടുന്ന സ്ഥലത്തിന് കരമടയ്ക്കുന്നുണ്ടെന്നും സ്ഥലമുടമയുടെ സഹോദരൻ CTV പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു. ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ തറവാട്ട് തൊട്ടിരിക്കുന്ന സമയത്തേക്ക് എന്റെ ബ്രദറ് ഞങ്ങൾക്ക് വഴിയിൽ ഞങ്ങൾക്ക് നമ്മളോട് പോകാൻ വേണ്ടി മെയിൻ റോഡിൽ നിന്നും ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയ വഴിയത് ഞങ്ങളുടെ വീട്ടിലേക്ക് മാത്രമുള്ളതാണ്. 1975 മുതൽ കരമടച്ച റെസീറ്റ് മേടിച്ച് 2018-19 വരെ കരമടയ്ക്കാൻ തന്ത്രപ്പേരുള്ള സ്ഥലമാണ് ഞങ്ങളുടെ. പത്രത്തിൽ പരസ്യം കൊണ്ട് ഏതൊരു ഭൂമി എടുക്കാൻ പറ്റത്തില്ല. പഞ്ചായത്ത് രാജ് ആക്ട് 2005 വരുന്നത് നോക്കണം. അങ്ങനെ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് ഒരു സാധനം എടുക്കാൻ പറ്റത്തില്ല. എതിർപ്പിനെ തുടർന്ന് കരാറെടുത്ത വ്യക്തി തൽക്കാലം റോഡിന്റെ പ്രവൃത്തി നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ എത്രയും പെട്ടെന്ന് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും ഉപേക്ഷ വരുത്തുന്ന പക്ഷം പ്രദേശവാസികളെ സംഘടിപ്പിച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു. ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ റോഡ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി പഞ്ചായത്തിന് മുമ്പിൽ ധർണയായിട്ട് പോകും. പഞ്ചായത്ത് സെക്രട്ടറിനെയും പ്രസിഡന്റിനെയും സമരമായിട്ട് ഞങ്ങളെല്ലാവരും കുട്ടികളെയും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും പ്രദേശത്തുള്ള എല്ലാവരും കൂടി പഞ്ചായത്തിന് സമരത്തിന് പോകും. ന്യൂസ് ബ്യൂറോ, കൂടരഞ്ഞി. വീട്ടുമുറ്റത്തും പറമ്പിലും വിവിധങ്ങളായ പച്ചക്കറി കൃഷി നടത്തി 100 മേനി വിളവെടുക്കുകയാണ് ഒരു 5ാം ക്ലാസ് വിദ്യാർത്ഥിനി. കാരശ്ശേരി പഞ്ചായത്തിലെ പാറത്തോടിലുള്ള ജെയിംസ് ജോഷിയുടെ മകളും തിരുവമ്പാടി സേക്രട്ടാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയുമായ ഏഞ്ചൽ ജോഷിയാണ് മുതിർന്ന കർഷകരെ പോലും അത്ഭുതപ്പെടുത്തി മണ്ണിൽ പൊന്നു വിളയിക്കുന്നത്. വീടിൻ്റെ മുറ്റത്തും പറമ്പിലുമായി പടർന്നു പന്തലിച്ച് നിൽക്കുന്ന വിവിധ ഇനം പച്ചക്കറികൾ. ഇതെല്ലാം തഴക്കവും പഴക്കവും ചെന്ന ഏതെങ്കിലും കർഷകൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണോ എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി.
വീടിൻ്റെ മുറ്റത്തും പറമ്പിലുമായി വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്ത് 100 മേനി വിളവ് നേടി ജൈവ കൃഷിയിൽ മികവ് തെളിയിക്കുന്നത് വെറും ഒരു 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഏഞ്ചൽ ജോഷി വിഷമില്ലാത്ത പച്ചക്കറി വീട്ടിലും വിദ്യാലയത്തിലും എന്ന സ്കൂളിലെ പദ്ധതി പ്രകാരം സ്കൂളിൽ നടക്കുന്ന കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കാരശ്ശേരി പഞ്ചായത്തിലെ പാറത്തോടുള്ള തൻ്റെ വീട്ടിൽ ഏഞ്ചൽ വിപുലമായ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. വിദ്യാലയത്തിൽ നിന്ന് കിട്ടിയ വിത്തുകൾക്ക് പുറമെ കൂടുതൽ ഇനം വിത്തുകളും നടീൽ വസ്തുക്കളുമെല്ലാം ശേഖരിച്ചാണ് 1 ഏക്കറോളം സ്ഥലത്ത് പച്ചക്കറികളും കരനെല്ലും വാഴയും ഇഞ്ചിയും മഞ്ഞളും ചേനയും എല്ലാം ഏഞ്ചൽ കൃഷി ചെയ്തത്. പയർ, പാവൽ, പടവലം, കോവൽ, ചുരയ്ക്ക, വെണ്ട, വഴുതന, പച്ചമുളക്, ചീര, മത്തൻ എന്നിവയിൽ നിന്നെല്ലാം മികച്ച വിളവ് തന്നെയാണ് ഏഞ്ചലിന് ലഭിക്കുന്നത്. വീട്ടിലുള്ള എല്ലാവരുടെയും സഹകരണത്തോടെ ജൈവകൃഷി നടത്തി വീട്ടിലേക്ക് ആവശ്യമുള്ളതിലേറെ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് ഏഞ്ചൽ. ഞാൻ കൃഷി ചെയ്യാൻ കാരണം സ്കൂളിൽ നല്ല പച്ചക്കറി കൃഷി ഉണ്ടായിരുന്നു. അതുപോലെ എനിക്കും ആ കൃഷികൾ കണ്ടപ്പോൾ വീട്ടിലും ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി. അച്ഛനും അമ്മയും സഹോദരങ്ങളും അമ്മച്ചിയും ഒക്കെ എന്നെ സഹായിക്കുകയും നനയ്ക്കാനൊക്കെ അവരും കൂടുകയും ചെയ്തു. അങ്ങനെ വിഷമില്ലാത്ത പച്ചക്കറി വീട്ടിലും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. വെണ്ട, വഴുതന, ചൊരങ്ങ, മത്തൻ, കോവൽ, പാവൽ, പയർ, കരനെല്ല് തുടങ്ങിയ കൃഷികൾ വീട്ടിലും തുടങ്ങി. മികച്ച വിളവ് കിട്ടാറുണ്ട്. വീടിന് സമീപത്ത് നട്ട കരനെല്ല് വിളവെടുപ്പിന് ഏതാണ്ട് പാകമായി വരുന്നു. 120 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഉമ എന്ന ഇനം വിത്താണ് വിതച്ചത്. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള വിത്ത് കൃഷിഭവൻ മുഖേനയാണ് ഏഞ്ചലിന് ലഭ്യമായത്. പ്രദേശത്തെ ഏക നെൽകൃഷി കൂടിയാണ് ഏഞ്ചലിൻ്റെ ഈ കരനെൽ കൃഷി. രാവിലെയും വൈകുന്നേരവുമായി കുറേ സമയം പഠനത്തോടൊപ്പം തന്നെ കാർഷിക പ്രവർത്തനങ്ങൾക്കായും നീക്കിവെക്കുന്നു ഈ കൊച്ചുമിടുക്കി. കാരശ്ശേരി, തിരുവമ്പാടി കൃഷിഭവനുകളിലെ ഓഫീസർമാർ കൃഷിയിടം സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുന്നത് ഏഞ്ചലിൻ്റെ കൃഷിയുടെ വിജയത്തിൻ്റെ മറ്റൊരു കാരണം മാത്രം. ജൈവ കീടനിയന്ത്രണ മാർഗങ്ങൾ മനസ്സിലാക്കി കൃഷിയിടത്തിൽ പ്രായോഗികമാക്കാനും ഈ പിഞ്ചു വിദ്യാർത്ഥിനിക്ക് സാധിച്ചിട്ടുണ്ട്. തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും സ്കൂൾ കാർഷിക ക്ലബിൻ്റെ കൺവീനറുമായ ജെയിംസ് ജോഷിയുടെ മകളായ ഏഞ്ചൽ ജോഷി സ്കൂളിലെ കാർഷിക ക്ലബിൻ്റെ സജീവ പ്രവർത്തക കൂടിയാണ്. ഞാൻ അധ്യാപകനായി ജോലി ചെയ്യുന്ന തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ് എൻ്റെ മകൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. സ്കൂളിൽ ജൈവ പച്ചക്കറി കൃഷി കണ്ടിട്ട് ഒട്ടേറെ വിദ്യാർത്ഥികൾ വീടുകളിലും പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുണ്ട്. എൻ്റെ മകളും വീട്ടിൽ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു. ഈ വർഷം മികച്ച രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ GN ആസാദിനൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്ത. മുക്കം തിരുഹൃദയ ദേവാലയത്തിലെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും വിശുദ്ധ സെബാസ്റ്റിനോസിൻ്റെയും തിരുനാൾ വിവിധ പരിപാടികളോടെ സമാപിച്ചു. തിരുനാൾ കുർബാനയിലും ദിവ്യബലിയിലും മുക്കം അങ്ങാടിയിലേക്ക് നടന്ന പ്രദക്ഷിണത്തിലും 100 കണക്കിന് വിശ്വാസികളാണ് പങ്കാളികളായത്. മുക്കം തിരുഹൃദയ ദേവാലയത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും വിശുദ്ധ സെബാസ്ത്യനോസിൻ്റെയും തിരുനാളിന് സമാപനമായി. ഫാദർ ജേക്കബ് പുത്തൻപുറകിലാണ് തിരുനാളിൻ്റെ കൊടിയേറ്റ് നടത്തിയത്. ദിവ്യബലിക്ക് ഫാദർ ആൻ്റണി കൈതപ്പറമ്പിൽ കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച നടന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോസ് ഞാവള്ളിൽ കാർമ്മികത്വം വഹിച്ചു. രാത്രി 7 മണിക്ക് വാദ്യഘോഷമേളങ്ങളോടെ മുക്കം ടൗണിലേക്ക് പ്രദക്ഷിണവും നടത്തി.
ഞായറാഴ്ച നടന്ന ദിവ്യബലിക്ക് ഫാദർ ജെയ്സൺ നെല്ലുവേലിലും തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ സെബാസ്റ്റ്യൻ പുരയിടത്തിലും കാർമ്മികത്വം വഹിച്ചു. രാത്രി നടന്ന കലാസന്ധ്യയോടെയാണ് തിരുനാൾ ആഘോഷത്തിന് സമാപനമായത്. ന്യൂസ് ബ്യൂറോ, മുക്കം. പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി മുക്കത്ത് നടന്ന റാലിയും വളണ്ടിയർ പരിശീലനവും സന്ദേശ വിളംബരമായി മാറി. മുക്കം ഗ്രേസ് പാലിയേറ്റീവ് കെയറും സ്പർശം വിദ്യാർത്ഥി കൂട്ടായ്മയും ചേർന്നാണ് മുക്കത്ത് പാലിയേറ്റീവ് കെയർ ദിനാചരണം സംഘടിപ്പിച്ചത്. പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി മുക്കം ഗ്രേസ് പാലിയേറ്റീവ് കെയറും സ്പർശം വിദ്യാർത്ഥി കൂട്ടായ്മയും ചേർന്ന് നടത്തിയ റാലിയും വളണ്ടിയർ പരിശീലനവും പാലിയേറ്റീവ് സന്ദേശ വിളംബരമായി മാറി. പി നൂറുൽ നമീൻ, കെ ആലി ഹസൻ, CT സലീജ, PK ഷരീഫുദ്ദീൻ, ലൈല, ബഷീല തുടങ്ങിയവരാണ് വളണ്ടിയർ പരിശീലനത്തിൽ ക്ലാസുകൾ എടുത്തത്. പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ പാലിയേറ്റീവ് കെയർ സന്ദേശവാക്യങ്ങൾ പതിച്ച പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു. വർണ്ണ ബലൂണുകൾ ആകാശത്തേക്ക് പറത്തിക്കൊണ്ടുള്ള ബസ് സ്റ്റാൻഡിലെ സമാപനം മനോഹര കാഴ്ചയുമായിരുന്നു. റാലിക്ക് KP അഷ്റഫ്, O ഷരീഫുദ്ദീൻ, അംജദ് ചന്ദമംഗലൂർ, MP അസൈൻ മാസ്റ്റർ, സൗദ ടീച്ചർ, KV പരീക്കുട്ടി യാജി, ഖാസിം മാസ്റ്റർ, മുഹമ്മദ് കക്കാട്, ഷഫീഖ്, ആഷിഖ്, തുഫൈൽ, സാലി, അമീദ് മാസ്റ്റർ, MC മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പി നൂറുൽ അമീൻ പാലിയേറ്റീവ് സന്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം. മികച്ച ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ സൂപ്പർ ലീഗ് സംഘടിപ്പിച്ചു. ക്ലാസ് അടിസ്ഥാനത്തിൽ നടന്ന ടൂർണമെന്റിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മാത്രം 25ഓളം ടീമുകളാണ് പങ്കെടുത്തത്. കായിക മേഖലയ്ക്ക് മുന്തിയ പരിഗണന നൽകി പ്രവർത്തിക്കുകയും അതുവഴി നിരവധി വിദ്യാർത്ഥികളെ വിവിധ കായിക മത്സരങ്ങളിൽ സബ് ജില്ല, ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ വരെ വിജയിപ്പിക്കുകയും ചെയ്ത മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മികച്ച ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി സ്കൂളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫുട്ബോൾ സൂപ്പർ ലീഗ് സംഘടിപ്പിച്ചു. ക്ലാസ് തലങ്ങളിൽ ലീഗ് അടിസ്ഥാനത്തിലാണ് മത്സരങ്ങൾ നടത്തിയത്. കായിക രംഗത്തെ മികച്ച പരിശീലനം നൽകുക വഴി വിദ്യാർത്ഥികളുടെ മാനസികമായും കായികമായുമുള്ള ക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ടെന്നും വിദ്യാർത്ഥികളിൽ മികച്ച അച്ചടക്കശീലം വളർത്താൻ ഈ കായിക പരിശീലനം ഉപകരിക്കുന്നുണ്ടെന്നും സ്കൂൾ അച്ചടക്ക സമിതി കൺവീനർ കൂടിയായ വഹാബ് മാസ്റ്റർ പറഞ്ഞു. SPL എന്ന് പറയുന്ന സ്കൂൾ പ്രീമിയർ ലീഗ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. മാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി നടന്ന ഒരു സംഭവമാണ്. നമ്മളെ സ്കൂളുകളിൽ ഫുട്ബോളുമായി ഏറ്റവും അധികം ബന്ധപ്പെടുന്ന കുട്ടികളുള്ള ഒരു സ്കൂളും കൂടിയാണിത്. അപ്പോൾ ഇത് മുൻനിർത്തിയാണ് വളർന്നു വന്ന കുട്ടികൾക്ക് ഒരു ഇടം എന്ന നിലയിലാണ് നമ്മൾ ഈ ടൂർണമെൻറ്റ് കണ്ടത്. ഹൈസ്കൂൾ തലത്തിൽ മാത്രം 25ഓളം ടീമുകളാണ് ടൂർണമെൻറ്റിൽ പങ്കെടുത്തത്. കൂടുതൽ വിദ്യാർത്ഥികളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കാനും ഈ ഒരു ടൂർണമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ കായികാധ്യാപകരായ ഷാലിമ, സിദ്ദിഖ്, പ്രധാനാധ്യാപകൻ സത്യാനന്ദൻ, PTA പ്രസിഡന്റ് K ചന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ടൂർണമെൻറ്റ്. ന്യൂസ് ബ്യൂറോ, മാവൂർ. മൈക്കാവ് ശ്രീ മാനാങ്കുന്ന് മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയ്ക്കും മാറാട്ടുത്സവത്തിനും ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ തുടക്കമായി. ഞായറാഴ്ച രാവിലെ സർവൈശ്വര്യ പൂജയോടെയാണ് 9 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് പ്രസാദകൂട്ട്, കാഴ്ചവരവ് എന്നിവയും നടന്നു. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ C പ്രമോദ് അധ്യക്ഷനായിരുന്നു. ഗിരിജ സുമോദ്, സുബ്രഹ്മണ്യൻ, ശ്രീധരൻ നായർ, കരുണൻ മാസ്റ്റർ, വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി വിശേഷാൽ പൂജകളും ഒട്ടനവധി ചടങ്ങുകളും സാംസ്കാരിക പരിപാടികളും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. മാവൂർ കുറ്റിക്കുളം എഡ്യൂക്കേഷണൽ കൾച്ചറൽ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ ഉപകരണങ്ങളുടെ സമർപ്പണവും കുടുംബ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. അക്ബർ അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ K ഖാദർ മാസ്റ്റർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഫാറൂഖ് ട്രെയിനിംഗ് കോളേജ് അധ്യാപകൻ ഡോക്ടർ ജൗഹർ മുനവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഡോക്ടർ CK അഹമ്മദ്, നദീറ, അബ്ദുറസാഖ്, ഫിറോസ്, MK ഷിയാബ്, EK ശ്രീധരൻ, ആറ്റക്കോയ മാസ്റ്റർ, കരീം മാസ്റ്റർ, VK അബ്ദുള്ള, ഗണേശൻ CK തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു.
പുഴായി ദേശത്തെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വെള്ളന്നൂർ ശ്രീ കോട്ടോൽ പരദേവതാ ക്ഷേത്രത്തിലെ തിറ മഹോത്സവം സമാപിച്ചു. ശനിയാഴ്ച വൈകിട്ട് നടന്ന അന്തിവെള്ളാട്ടോടുകൂടിയാണ് ഉത്സവത്തിന് തുടക്കമായത്. ഞായറാഴ്ച രാവിലെ കുളിച്ചുപുറപ്പാട്, പഞ്ചാരിമേളം, വിവിധ വെള്ളാട്ടുകൾ, പ്രസാദകൂട്ട്, പാണ്ടിമേളം, ഭഗവതി വെള്ളാട്ട്, വിവിധ തിറകൾ തുടങ്ങിയവ നടന്നു. തിങ്കളാഴ്ച രാത്രി തൃപ്പുത്തരി പൂജയും ഞായറാഴ്ച പുലർച്ചെ നടക്കുന്ന പണംവെക്കലോടും കൂടിയാണ് ഉത്സവത്തിന് സമാപനമായത്. ഇനി CTV ബിസിനസ് വാർത്തകൾ. ദീർഘകാലമായി ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ചുവരുന്ന കെയർ ആൻഡ് ക്യൂറിൻ്റെ മെഡ്ഷോപ്പ് സേവനം മണാശ്ശേരിയിലും ലഭ്യമായി തുടങ്ങി. സൂക്ഷ്മവും ശാസ്ത്രീയവുമായി ആരോഗ്യരംഗത്തെ സമീപിക്കുന്ന കെയർ ആൻഡ് ക്യൂറിൻ്റെ 9ാമത്തെ ഷോറൂമാണ് മണാശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. നഗരസഭാ ചെയർമാൻ വി കുഞ്ഞം മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ പങ്കെടുക്കാൻ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഒട്ടനവധി പ്രമുഖർ എത്തിയിരുന്നു. 9ാമത്തെ ഷോറൂം കെയർ ആൻഡ് ക്യൂർ മരുന്നുകൾ അനുയോജ്യമായ ഊഷ്മാവിൽ സൂക്ഷിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനും പ്രഗത്ഭരായ ഫാർമസിസ്റ്റുകളുടെ സേവനവും എല്ലാതരം മെഡിക്കൽ ഉപകരണങ്ങൾ, കോസ്മെറ്റിക്, ബേബി കെയർ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരവും കെയർ ആൻഡ് ക്യൂറിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ചെയർമാൻ EP മുഹമ്മദ് അബ്ദുറഹിമാൻ പറഞ്ഞു. സാധാരണ കേരളത്തിൽ കണ്ടുവരുന്ന മരുന്ന് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി മരുന്ന് AC റൂമുകളിൽ സൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ഗുണനിലവാരത്തെ ഒരു നിലക്കും ബാധിക്കാത്ത രീതിയിലാണ് കെയർ ആൻഡ് ക്യൂർ മെഡ് ഷോപ്പിൽ മരുന്നുകൾ ലഭ്യമാക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിലെ തന്നെ സ്ഥാപനമെന്നുള്ള നിലയിൽ മണാശ്ശേരിയിലെ ഈ സ്ഥാപനം ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഈ മണാശ്ശേരിയിലെ ഈ കെയർ ആൻഡ് ക്യൂർ മെഡ് ഷോപ്പിൽ ഫാർമസിക്ക് പുറമെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ക്ലിനിക്ക്, ലബോറട്ടറി സൗകര്യവും ഉടനെ തന്നെ തുറക്കുന്നതാണ്. വാർത്തകളിൽ ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീരാഗം ജ്വല്ലേഴ്സ്, പൈലറ്റ് സ്റ്റോറിന് സമീപം, PC റോഡ്, മുക്കം. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശ്രീരാഗം ജ്വല്ലേഴ്സ്, പൈലറ്റ് സ്റ്റോറിന് സമീപം, PC റോഡ്, മുക്കം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവോത്ഥാന മൂല്യങ്ങൾ ഹനിക്കപ്പെടുന്ന കാലത്ത് മൂല്യങ്ങൾ സംരക്ഷിക്കാൻ സാമൂഹ്യമായ ഇടപെടൽ അനിവാര്യമാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ജനങ്ങൾക്ക് ഉത്സവ നാളുകൾ സമ്മാനിച്ച് മലയോര ഫെസ്റ്റ്. അതിർത്തി കടന്നെത്തുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് കർണാടക ചെക്ക് പോസ്റ്റിൽ തലയെണ്ണി നികുതി ഈടാക്കുന്ന സമ്പ്രദായം നിർത്തലാക്കുമെന്ന് കർണാടക മന്ത്രി സമീർ അഹമ്മദ് ഖാൻ. മുഖമുസ്ലിം യത്തീംഖാനയുടെ പ്രവർത്തനം മാതൃകാപരമെന്നും സമീർ അഹമ്മദ് ഖാൻ. കൂടരഞ്ഞി കക്കാടംപൊയിലെ ആദിവാസി സ്ത്രീയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. പ്രതി പോലീസ് പിടിയിലായത് കൂമ്പാറ ബസാർ ചക്കാലപ്പറമ്പിൽ ഷെരീഫ്. ഇതോടെ CTV പ്രാദേശിക വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചു. നമസ്കാരം.